തിരുഹൃദയ തിരുനാളിൽ വ്യാഖ്യാനത്തിനായി വിചിന്തനത്തിനായി നൽകപ്പെടുന്ന സുവിശേഷ ഭാഗം ലൂക്ക 15:3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധ ഹൃദയത്തിൻ്റെ തിരുനാൾ എല്ലാ മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആഘോഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക ദിവസമാണ്. യേശുവിൻ്റെ ഹൃദയം അവിടുത്തെ കരുതലിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും യേശു നമ്മെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് ഓർമ്മിക്കാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കും. അവിടുത്തെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ. നമ്മുടെ പോരാട്ടങ്ങൾ, നമ്മുടെ പാപങ്ങൾ എന്തു തന്നെ ആയാലും യേശു നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നതിലാണ് ഈ തിരുനാൾ ആഘോഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യേശുവിൻ്റെ ഹൃദയം അവിടുത്തെ കരുതലും ക്ഷമിക്കുവാനുള്ള അവിടുത്തെ സന്നദ്ധയെയും എടുത്തു കാണിക്കുന്നുണ്ട്. അവിടുന്ന് എപ്പോഴും നമുക്കൊപ്പമുണ്ട്. നാം ക്ഷീണിതരാകുമ്പോഴോ ഏകാന്തത അനുഭവിക്കുമ്പോഴോ അവിടുത്തെ അടുക്കലേക്ക് വരാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ആശ്വാസവും സമാധാനവും ആവശ്യമുള്ള എല്ലാവർക്കും അവിടുത്തെ ഹൃദയം തുറന്നിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്ക 15-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. വിലയേറിയ വസ്തുക്കളുടെയും ആളുകളുടെയും നഷ്ടത്തെക്കുറിച്ചുള്ള 3 കഥകൾ ലൂക്ക ശ്രോതാക്കൾക്ക് ഈ അധ്യായത്തിൽ നൽകുന്നുണ്ട്. നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ. നഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണമായ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ ഈ സാഹചര്യങ്ങൾ ഏറെ വൈകാരികത നിറഞ്ഞതാണെന്ന് നാം അനുഭവിക്കുകയാണ്. നഷ്ടപ്പെട്ടവരും തകർന്നവരും ആശയക്കുഴപ്പത്തിലായവരുമായ ആളുകൾ തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടതിനെയും നഷ്ടപ്പെട്ടവരെയും കണ്ടെത്താനും അവരുടെ മേൽ തൻ്റെ സ്നേഹം, സന്തോഷം, സമാധാനം, ശക്തി എന്നിവ ചൊരിയുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ നഷ്ടപ്പെട്ട ആളുകളോടുള്ള ദൈവത്തിൻ്റെ അഭിനിവേശത്തിലേക്ക് നമ്മെ ഉയർത്താൻ യേശു ഈ 3 ആഴത്തിലുള്ള വൈകാരികത നിറഞ്ഞ കഥകൾ പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ വാക്യങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം നഷ്ടപ്പെട്ട ആടിൻ്റെ കഥയാണ്. ഒരാടിനെ കാണാതായപ്പോൾ പോലും ഇടയനിൽ പ്രകടമായ ആഴമേറിയ നഷ്ടബോധം കഥയിൽ അനുഭവപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തി തൊഴുത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ഇടയൻ ഏറെ സന്തോഷിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയനാണ്. സങ്കീർത്തനം 23 ഉദാഹരണം. യേശു നല്ല ഇടയനാണ്. യോഹന്നാൻ 10-ാം അധ്യായം. ദൈവം തെരഞ്ഞെടുക്കുന്ന നേതാക്കൾ പലപ്പോഴും ബൈബിളിൽ ഇടയന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. ഉദാഹരണം ഏശയ്യ 56:10. അപ്രകാരം ഈ കഥയിലെ ഇടയന്റെ വികാരം ദൈവത്തിൻ്റെതാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെതാണ്. അവിടുത്തെ വിളിയിൽ പങ്കുകാരാകുന്ന നമ്മിൽ ഉണ്ടാകേണ്ട വികാരമാണ്. നഷ്ടപ്പെട്ട ഒരു ആടിനെ തേടി 99 ആടുകളെ ഉപേക്ഷിക്കുന്നത് വിരോധാഭാസമായി തോന്നും. കാരണം ഇടയനില്ലാതെ വരുമ്പോൾ ആടുകൾ നഷ്ടപ്പെട്ടേക്കാം. എന്നിട്ടും സുവിശേഷത്തിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ യുക്തിയെക്കുറിച്ചാണ്. അത് കരുണയുടെ യുക്തിയാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇടയന്റെ ഹൃദയം കരുണാമയമാകുന്നു. കരുണാമയമായ ഹൃദയം ഇടയനെ നഷ്ടപ്പെട്ടതിനെ അന്വേഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അവസാനം അവൻ അതിനെ തോളിൽ വച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കഥയിലെ ഇടയനിൽ പ്രകടമായതെല്ലാം യേശുവാകുന്ന നല്ല ഇടയനിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവങ്ങളാണ്. യേശുവിൻ്റെ ഹൃദയം കരുണാർദ്രമാണ്. യേശുവിൻ്റെ സമയത്ത് കാണാതെ പോയ ആടിനെ കണ്ടെത്തിയാൽ ഒരു കാല് ഒടിക്കും. അങ്ങനെ അത് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ പഠിക്കും. പക്ഷെ നല്ല ഇടയനായ യേശു അതിനെ തോളിൽ വഹിക്കുന്നവനാണ്.
അതിന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് നൽകുന്നു. ആർദ്രതയും കരുണയും. ഇത് ദൈവത്തിന്റെ ഹൃദയമാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു ആടിനെ തോളിൽ വഹിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നമുക്കെല്ലാവർക്കും വേണ്ടി അവിടുന്ന് കുരിശ് ചുമലിൽ വഹിച്ചത് നാം ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തിരുഹൃദയം നമ്മെ ക്ഷണിക്കുകയാണ്. അവിടുത്തെ സ്നേഹം നിസ്വാർത്ഥമാണ്. നമ്മുടെ കുടുംബങ്ങളോടും അയൽക്കാരോടും അപരിചിതരോട് പോലും ഈ നിസ്വാർത്ഥ സ്നേഹം പങ്കിടാൻ നാം ക്ഷണിക്കപ്പെടുന്നു. അവിടുത്തെ മാതൃക പിന്തുടരുന്നതിലൂടെ നമുക്ക് ലോകത്തിന് ദയയും രോഗശാന്തിയും നൽകാൻ കഴിയും. നമ്മെയും അവിടുത്തെ പോലുള്ള ഹൃദയമുള്ളവരാകാൻ സഹായിക്കണമേ എന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാനും കരുണ കാണിക്കാനും മറ്റുള്ളവരെ പരിപാലിക്കാനും നമ്മെ പഠിപ്പിക്കാൻ നമുക്ക് അവിടുത്തോട് അപേക്ഷിക്കാം. പ്രാർത്ഥനയിലൂടെയും അവിടുത്തെ സ്നേഹത്തിലുള്ള വിശ്വാസത്തിലൂടെയും നാം യേശുവിനോട് കൂടുതൽ അടുക്കുകയും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്യണം. അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാനും അവിടുത്തെ അനുയായികളായി ജീവിക്കുവാനുമുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കുവാനുള്ള അവസരമായി ഈ തിരുനാൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.